Hello friends, welcome to my channel Seetha's Kitchen. This video is sponsored by Gen Reviews Online. Gen Reviews Online is one of the review portal site. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഈ സൈറ്റിൽ പോവാട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേബേജ് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കേബേജും മുട്ടയും ചേർത്തിട്ട് ഒരു ഉപ്പേരി അഥവാ വറവ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: സവാള വേണം, 2-3 മുട്ട എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് പച്ചമുളക്, 2 പച്ചമുളക്. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കുക. കേബേജ് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഇട്ടിട്ട് നല്ലോണം നമുക്കതൊന്ന് വഴറ്റാം. നല്ലോണം വഴറ്റിയെടുത്തിട്ടായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കേബേജ് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്ന സാധനമല്ലേ. അപ്പോൾ നമുക്കൊരു വറവൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ അത് വേമ്പേം വലുതായാലും സാരല്ല കട്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കേബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിയും പച്ചമുളകെല്ലാം വഴറ്റിയല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയോ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്കതൊന്ന് വഴറ്റാം കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെക്കണം. നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. കേബേജിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അഥവാ നമുക്ക് അത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ആവി കയറിയതും എടുത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് അതൊന്ന് അടപ്പ് മാറ്റിയിട്ട് ആ കേബേജ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ച് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ടയും പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം നമുക്ക് അതിനെ മിക്സാക്കി കൊടുക്കുക. എല്ലായിടത്തും എല്ലാ കേബേജിലും പിടിക്കുന്ന രീതിയിൽ നമുക്ക് ആ മുട്ട ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിലും ഇടാം. ഞാൻ മുളക് പൊടി ഇടില്ല, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും ഇടാം, കരിവേപ്പിലയും ഇടാം കേട്ടോ. ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് നമ്മളെ വറവ് നല്ലോണം വറ്റി നല്ല പിരിഞ്ഞിങ്ങനെ വിട്ട് വരുന്ന പോലെ ആക്കി വെക്കാം. അപ്പോൾ നമ്മളെ കേബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു.